ഹലോ, ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ് ഇത്. ഞങ്ങൾ ഞായറാഴ്ച ദിവസമായത് കാരണം കുറച്ച് നല്ല ലേറ്റായിട്ട് എഴുന്നേറ്റ്. ആർക്കും പോകണ്ടല്ലോ ഇന്ന്. സുമേഷേട്ടനും പോകണ്ട, മക്കളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ രാവിലെ അങ്ങനെ തിരക്ക് പിടിച്ച് പണികളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ലേറ്റായിട്ടല്ലോ ഫുഡെല്ലാം കഴിക്കുക. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും ഫുള്ള് ഹാപ്പി ആയിട്ടുള്ള മൂഡായിരുന്നു. ലിയോ പെണ്ണിനെ രാവിലെ തന്നെ കുരുത്തക്കേടും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവളെ ബോൾ കളിപ്പിക്കുക രണ്ടുപേരും കൂടി. മോളും ഉണ്ട്. എല്ലാവരും കൂടി അവളെ കൂടെ കൂടിയിട്ട് ജോളിയാക്കുക. അപ്പം ഞാൻ ഏതായാലും അതങ്ങ് കവറാക്കാമെന്ന് വിചാരിച്ച്. എന്താ പറയുക, കളിക്കാൻ കിട്ടിയാൽ പിന്നെ ഒരേ ഓട്ടം, ഓടി ഓടി തളർന്ന് പിന്നെ എവിടെയെങ്കിലും കുറച്ച് നേരം അവിടെ കിടന്നേക്കും. ഇത്തിരി കുറുമ്പത്തിയാണ്, കളീൻ്റെ വിചാരം. കൈലൂസിനെല്ലാം കണ്ടു കഴിഞ്ഞാൽ വിളിയായിരിക്കും, വിളിച്ച് കൂട്ടും. ബോൾ വായിലിട്ടിട്ട് കൊടുക്കുന്നില്ല, എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കൊടുക്കില്ല. കളിക്കേണ്ട വിചാരം ബോൾ കളിക്കണ്ട ജോളിയാ. പക്ഷെ കടിച്ച് പണിയാക്കി വെച്ചേക്കും. എനിക്ക് കുറച്ച് നേരം താഴ്ന്നു, ഇനി വയ്യ, കുട്ടിക്ക് ഇനി വയ്യ. കുറച്ച് ഓടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ക്ഷീണമായിരിക്കും. രണ്ടാളും ജോളിയാണ് രാവിലെ തന്നെ. പിന്നെ വേറെ തിരക്കുകളൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് നേരം അവളുടെ കൂടെ കളിച്ച്. മോളും ഉണ്ട്. മോള് പിന്നെ നായി ഓടിക്കളിക്കുന്ന കാരണം ചെറിയൊരു പേടി തട്ടും. അങ്ങനെ ഓടി വരുമ്പോൾ ഒരു പേടി. അതുകൊണ്ട് പിന്നെ ഓള് മാറി നിന്നിട്ടാണ്ടായേ. സുമേഷേട്ടൻ ഓളെ കളിപ്പിക്കുക. ജോറ് കളിയാണ് കളിക്കുന്നത് രാവിലെ തന്നെ ലിയോ പെണ്ണിൻ്റെ. അതുകൊണ്ട് രാവിലത്തെ മൂഡ് അങ്ങനെ ഹാപ്പിയായി. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ മട്ടത്തിൽ രാവിലെ തന്നെ ചപ്പാത്തിയും കറിയെല്ലാം ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് കുറച്ച് ഷൂട്ട് ചെയ്തെടുക്കുകയാണ് ഇതെല്ലാം. അവരെ കളി കണ്ടപ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടില്ല. ഞാൻ പിന്നെ അവരെ കളി കണ്ടപ്പം എല്ലാം വന്ന് കവറാക്കിയത്. ഏതായാലും എനിക്കൊരു കണ്ടൻ്റ് ആയല്ലോ എന്നുള്ള തരത്തിൽ ഞാൻ രാവിലെ തന്നെ അത് വന്ന് കവറാക്കിയിട്ട് പോയതാണ്. അത് ഐസ്ക്രീമിൻ്റെ ഡബ്ബയായിരുന്നു. ഇന്നലെ രാത്രി സുമേഷ് ചേട്ടൻ വരുമ്പോൾ മക്കൾക്ക് ഐസ്ക്രീം കൊണ്ടുകൊടുത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഡബ്ബേൻ്റെ കവർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീമിൻ്റെ സ്മെല്ല് വന്നെന്ന് തോന്നുന്നു. കക്ഷി അതുകൊണ്ടത് മൂടി വിടാതെ എന്താ പറയുക വായിലിട്ട് കളിക്കുന്നത്. അതിൽ ഐസ്ക്രീമിൻ്റെ സ്മെല്ലുണ്ടായിട്ടാണ്. ഈ ആൾക്ക് ഞങ്ങളെവിടെയാണ് നടക്കുന്നത്, നമ്മളെവിടെയാണ് പോകുന്നത്, അതിൻ്റെ വയ്യാലെ നടക്കണം. ഇങ്ങനെ എന്താ പറയുക, ഞാൻ എവിടെയെങ്കിലും അടുക്കളയിലെല്ലാം പണിയെടുക്കുമ്പോൾ വയ്യാലെ വന്ന് നടക്കും. എന്നിട്ട് ഞാൻ ആടെ നിന്ന് പണിയെടുക്കാൻ തുടങ്ങി അപ്പാടും അവിടെ ഇരുന്നേക്കും. പിന്നെ ഞായറാഴ്ചത്തെ ചായയെല്ലാം കഴിഞ്ഞപ്പോൾ സുമേഷ് ചേട്ടൻ ചെറിയ വർക്കെല്ലാം ആക്കാമെന്ന് കരുതി. സുമേഷ് ചേട്ടൻ്റെ പകുതി പണി കഴിഞ്ഞ ഒരു വിളക്കുണ്ടായിരുന്നു. നമ്മൾ അകത്ത് വെക്കുന്ന കൽവിളക്ക് പോലൊരു, കൽവിളക്കല്ല, ആ ഒരു ഹൈറ്റിലൊരു വലിയ വിളക്കുണ്ടായിരുന്നു. അത് സുമേഷ് ചേട്ടൻ ഈ സിമെൻറ്റും പൂഴിയൊക്കെ ചേർത്ത് അങ്ങനെ അച്ചൊക്കെ വാർത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ പണി തുടങ്ങാൻ പോകും. അതിൻ്റെ ഇടയിൽ മോള് കുറച്ച് കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയ പ്ലാസ്റ്റിക് കത്തി പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഇളകിപ്പോയത് കാരണം അവൾ അത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റി. ഞാൻ ഒട്ടിച്ചു കൊടുക്കുക. ഫെബിക്വിക്കിൻ്റെ സുമേഷ് ചേട്ടൻ്റെ കനത്ത പശയെടുത്ത് ഒട്ടിച്ചതാണ്. എൻ്റെ കയ്യിൽ നല്ലപോലെ ആയി ചെറുങ്ങനെ ചൂടാകുകയൊക്കെ ചെയ്തത്. നല്ല കുറച്ച് ഡോസുള്ള പശയാണ്. നമ്മളാരെങ്കിലും എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ അത് അവൾ കൂടെ വന്ന് അടി ഇരുന്നിരിക്കുന്നത്. വയ്യാലെ പോകുന്നതണ്ട, നമ്മളെങ്ങോട്ട് പോകുന്നു അവിടെ വരണോ, അല്ലാണ്ട് ഒറ്റ കേടി ഇരിക്കുന്ന പരിപാടിയില്ല. അത് കെട്ടിയിടുമ്പോൾ മാത്രമേ അവൾ എവിടെയെങ്കിലും ഇരിക്കൂ. രാവിലെ തന്നെ പാറക്കുട്ടിൻ്റെ പാട്ടുണ്ട്. സുമേഷ് ചേട്ടൻ പണിയെടുക്കാൻ ഇറങ്ങിയപ്പോൾ പാറക്കുട്ടി പെട്ടെന്ന് പോയിട്ട് കസേരയിലെടുത്ത് ഇരിക്കുന്നുണ്ട്. കൂടെ ആശാനും ഇരുന്നിട്ടുണ്ട്. സുമേഷ് ചേട്ടൻ എന്നാ ചെയ്യുന്നത് നോക്കിയിട്ട് ഇരിക്കുകയാണേ. സുമേഷ് ചേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ വന്ന് നോക്കിയോ, ഇതെന്താ ഇത്, അച്ഛൻ പണിയെടുക്കുമ്പോൾ രണ്ടാളും കൂടി കാത്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഞാനത് അപ്പാട് ഓരോ വീഡിയോ ക്യാമറ എടുത്ത് ഓരോ മുമ്പ് കൊണ്ട് എന്താ ചെയ്യുന്നതെന്നുള്ള കാണിച്ച സുമേഷ് ചേട്ടനെ സിമെൻറ്റ് കൂട്ടുന്നത്. അത് വിളക്കിലുള്ള ഇത് കൂട്ടാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റൊക്കെ കുറച്ച് മുന്നേ വാങ്ങി വെച്ചത് മഴേൻ്റെ ചെറിയൊരു തണുപ്പടിച്ചുകൊണ്ട് ചെറുതായി കട്ട കൂടിയൊന്നു. അതുകൊണ്ടൊന്ന് അരിക്കട്ടേന്ന് പറഞ്ഞിട്ട് ചെറുങ്ങനെ അരിച്ചെടുക്കുകയാണേ. അപ്പോൾ അങ്ങനെ ഞാൻ ചാക്കെല്ലാം കൊണ്ടുകൊടുത്ത് അരിച്ച് കരളിയിടാൻ വേണ്ടി. അപ്പോൾ രണ്ടാളും കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുന്നുണ്ട. ഒരാൾ കസേര ഇട്ടിട്ട് ഒരാൾ അതിൻ്റെ അടുത്തും വന്ന് പറ്റിയിരിക്കുന്നുണ്ട്. ഇതെന്താണ് ചെയ്യുന്നതെന്നുള്ള ഭാവത്തിലാണ് ലിയോ പെണ്ണ്. അതുകൊണ്ട് രണ്ടാളും അവിടെ അടങ്ങിയിരിക്കുമ്പോൾ എൻ്റെ പണി ഞാനിങ്ങനെ കവറാക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എപ്പോഴും പാറക്കുട്ടി എൻ്റെ വയ്യാലല്ലേ. ഇതിപ്പോൾ രണ്ടാളും കൂടി ജോളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ലിയോ പെണ്ണ് അടങ്ങി നടക്കുമ്പോൾ നോക്കും പേടിയില്ല. പക്ഷെ കുറച്ചൊന്ന് ഓടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കുമ്പോൾ ഒക്കെ ചെറിയ പേടി, അല്ലെങ്കിൽ വയ്യാതെ നടക്കും. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങളായത്.
കൈലാസൂന് കളിക്കാൻ പോകണമെന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് രാവിലെ തന്നെ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞായറാഴ്ചയെല്ലാം ആയത് കാരണം ഞാൻ കരുതി എന്തെങ്കിലും ചെറിയ പലഹാരമെല്ലാം ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു ചെറിയൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മക്കൾക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അത്യാവശ്യം ഇതാ ഇഷ്ടമായിട്ടുണ്ടാകുന്നു എല്ലാവർക്കും. ഇതാ സുമേഷേട്ടൻ്റെ വർക്ക് ഇതാ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വിളക്ക് ഇതാദ്യം കുറച്ച് മുന്നേ ചെയ്ത് വെച്ച് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചത് തന്നെ, വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ചതാണ്. പിന്നെ ഇത് ലാസ്റ്റ് ആ അടിഭാഗം ഒന്ന് കൂട്ടാനുണ്ട്. ഇതാ കേക്കൊക്കെ തണുത്ത് വന്നപ്പോൾ മൂക്ക് വേണമെന്ന് നിർബന്ധം. അപ്പോൾ അത് ചോറൊക്കെ തിന്ന പാടാണ്. എന്നാലും ഓള് പറഞ്ഞു കേക്ക് വേണം. വൈകുന്നേരത്തേക്ക് വെച്ചതാണ്, പക്ഷേ ഓള് പറഞ്ഞു വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊരു കഷ്ണം മുറിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഒരു കഷ്ണം കൊടുത്തപ്പോൾ പോരാ. അവർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കേക്ക് മറ്റു ഫുഡുകളൊന്നും വേണ്ട, കേക്കിൻ്റെ ആളാണ്. കേക്ക് എന്ന് വെച്ചാൽ അവരുടെ ഫ്ലേവറാണ്, അത്ര ഇഷ്ടം അവർക്ക്. സോമേശേട്ടൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിളക്കിൻ്റെ ഇതാ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി അതിന് കുറച്ച് കളറൊക്കെ ചേർക്കണം. അത് പിന്നെ ചെയ്തുള്ളൂ. ഇതിപ്പോൾ ഉണങ്ങാൻ വെക്കണമല്ലോ, 2 ദിവസമെല്ലാം ഉണക്കെല്ലാം വരണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ മോള് ഉറങ്ങാൻ കിടത്തിയപ്പോൾ ഞാൻ ഏതായാലും അടിക്കലും തുടക്കലും ഒക്കെ നടക്കട്ടെ കരുതി പെട്ടെന്ന് തന്നെ അടിച്ചു വാരലും ക്ലീനിങ്ങും ഒക്കെ നടക്കാൻ കരുതി. മോളുണ്ടാകുമ്പോൾ അടിക്കുന്ന മേലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം അധികം ദിവസങ്ങളിൽ നല്ലപോലെ പൊടി ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പം നിലത്തിൻ്റെ പണി അത്യാവശ്യം കുറച്ച് ചെയ്ത് വെച്ചത് കാരണം പോളിഷൊന്നും കഴിഞ്ഞിട്ടില്ല. മാർബിൾ ഇട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഷൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഇതാ സിയോണ് പമ്പിന് വന്നിട്ടുണ്ട്. ബോളിൽ കാറ്റ് നിറക്കാനുള്ള പമ്പ്, അത് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അവർ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ട് ചെറിയ ആൾക്കാർ. ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോൾ വലിയ ആൾക്കാരും വരും കളിക്കാനൊക്കെ. ഞായറാഴ്ച കൊണ്ട് ഇവിടെ അങ്ങനെ ഹാപ്പി മൂഡാണ്. എല്ലാം എന്താ പറയുക, ടോട്ടലി ഒരു ഹാപ്പി വൈബാണ്. ഞാൻ പെട്ടെന്ന് എല്ലാ ഭാഗവും അടിച്ചടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്യാമറ മാറ്റി വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞാനിത് അടിച്ചടിച്ച് ഏകദേശം ക്ലീൻ ആയി. അതിൻ്റെ ഇടയിൽ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് മാറി നിന്ന് അടിച്ചു. അത് ഡൈനിങ് റൂമാണ്, ഡൈനിങ് ഹാളാണ്. അത് അവിടെയും കൂടി പെട്ടെന്ന് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങളും അങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ ഇതിലങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുക. ഞങ്ങളെ പണിയൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് വീട്ടിന് ഒരുപാട് കുറവുകളുണ്ടാവും. ഇതാ വൈകുന്നേരത്തെ കളിക്കാർ വലിയ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇത് വലിയ ആൾക്കാരാണ് കളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ തുടച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഷാഹിൽ വരുന്നുണ്ട്. ഇത് എൻ്റെ ചേച്ചിയുടെ മോനാണ് ഷാഹിൽ, ഞങ്ങളെ കുടുംബത്തിലെ ആദ്യത്തെ ആൾ. അവൻ വന്ന് വണ്ടി തരാൻ വന്നു. ഞാൻ മൂപ്പർ വണ്ടി കൊണ്ടുപോയി. ഞാൻ വണ്ടി തന്നിട്ട് അപ്പാടെ തന്നെ പോയിന്, നിന്നിട്ടില്ല. വീഡിയോ എടുക്കുന്നതായിട്ട് അപ്പാടെ എസ്കേപ്പ് ആയിന്. സുമേഷേട്ടനും ഇറങ്ങിയിട്ടുണ്ട്. സുമേഷേട്ടനും ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ കളിക്കാറുണ്ട്. ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരു 4:30-5 മണി അങ്ങനെ ആകുമ്പോൾ ഇവർ കളിക്കാനിറങ്ങും. നമ്മളെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ള പറമ്പാണ്. ആ ചെറിയ മക്കൾ ഇവർ വലിയ ആൾ വന്നു കഴിഞ്ഞാൽ മാറിക്കൊടുക്കും, അവർ മേലേക്ക് മാറും.